സോ മക്കളെ, നമുക്ക് കുറച്ചൊരു നമ്മുടെ എയിംസ് ക്വസ്റ്റ്യനിൽ പ്രീവിയസ് ആയി ചോദിച്ച ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. ആൻറ്റിജൻ കാര്യം ഇതിൽ കുറച്ചൊരു അപ്ലിക്കേഷൻ ലെവലിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ ട്വിസ്റ്റിംഗ് ആയിട്ട് ചോദിച്ച എയിംസിലാണ്. ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ് ഇൻ ആൻ ആന്റിബോഡീസ് ഫൗണ്ട് ബിറ്റ്വീൻ. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഓപ്ഷൻ നിങ്ങൾ പോസ് ചെയ്യുക, ആൻസർ പറയാം. യെസ്, ആൻസർ ഈസ് ബിറ്റ്വീൻ വൺ ഹെവി ചെയിൻ ആൻഡ് വൺ ലൈറ്റ് ചെയിൻ. ആ ഫിഗർ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മളിങ്ങനെ അല്ലായിരുന്നു വരച്ചത് അല്ലേ? സോ എവിടെയായിരുന്നു? ഇതിന്റെ ഇടയിലായിരുന്നു അല്ലെ? ഈ ഒരു പോർഷനിലായിരുന്നു. സോ ബിറ്റ്വീൻ ഇത് ഡി കണ്ട് ഈ ഡിയിലൊക്കെ കണ്ട് ഐദർ ബിറ്റ്വീൻ ഒക്കെ കണ്ടെത്തി ചിലപ്പോൾ കുത്താൻ തോന്നും. ഇത് ഇങ്ങനെ കറക്കി കുത്താൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അത് കുത്താൻ തോന്നും. പക്ഷെ ആൻസർ സി ആണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഓരോന്നോരോന്നായിട്ട് വായിച്ചു നോക്കാം. സൈറ്റോകൈൻസ് ദാറ്റ് പ്രൊവൈഡ് നോൺ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി അഗൈൻസ്റ്റ് വൈറസ്. നമ്മൾ പറഞ്ഞതല്ലേ, ഇന്റർലൂക്കിൻ നമ്മൾ പറഞ്ഞത്. CD4 റിസപ്റ്റർ ഞാൻ പറഞ്ഞിരുന്നു. CD4 റിസപ്റ്റർ കാണുന്നത് നമ്മുടെ ഇതിലാ, നമ്മുടെ എയ്ഡ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട്. ഫോർ എക്സാമ്പിൾ മാക്രോഫേജസിലൊക്കെ കാണുന്ന ഒരു റിസപ്റ്റർ ആയിരുന്നു CD4. ക്ലസ്റ്റർ ഓഫ് ഡിഫറൻസിയേഷൻ എന്നാണ് അതിന്റെ ഫുൾ ഫോം കേട്ടോ. വാട്ട് ഡസ് ടി ഇൻ DPT? നമുക്കറിയാം ടി എന്ന് പറയുന്നത് DPT വാക്സിനിൽ നമ്മൾ ഡിഫ്തീരിയ, പെർട്ടനിസ് ആൻഡ് ടെറ്റനസ് ആണ്. ടെറ്റനസ്. സോ ആൻസർ ഈസ് ഡി. വിച്ച് വൺ ഈസ് കറക്റ്റ്? സാൽമോണല്ല, ടൈഫി ആൻഡ് ഹിമോഫിലസ് ഇൻഫ്ലുവൻസ കോസസ് ന്യൂമോണിയ. നമുക്ക് ഒറ്റയടിക്ക് അത് ശരിയായിട്ട് തോന്നും. ന്യൂമോണിയക്ക് രണ്ടാൾക്കാരുണ്ട് എന്ന് പറയുമ്പോൾ ഓക്കെ, യെസ് വെച്ചിട്ട് ആരുണ്ട്? It is Streptococcus pneumoniae. Vidal test is done for malaria. ഒരിക്കലുമല്ല, മലേറിയക്ക് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് കുറെ ബ്ലഡ് ടെസ്റ്റുകളൊക്കെയാണ്. എൻഡമീബ ഹിസ്റ്റോട്ടിക്ക കോസസ് അമീബിയാസിസ്. ട്രൂ ആണ്. Wuchereria causes filariasis ആണ്. എൻഡ്രോബിയാസിസ് ഒന്നുമല്ല. Is called Christmas disease. Christmas disease out of NCERT Haemophilus B ആണ് കേട്ടോ. സോ HIV, ഹെപ്പറ്റൈറ്റിസ് ബി, ഗൊണോറിയ, ട്രൈക്കോമോണിയാസിസ്, ഇതൊക്കെ എന്താണെന്നറിയാം. ഇതെല്ലാം സാധാരണ ഒരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആട്ടോ. ഇതൊക്കെ നിങ്ങൾ റീപ്രൊഡക്ഷനിൽ കൊടുത്തിട്ടുണ്ട് തോന്നുന്നു. HIV, ഹെപ്പറ്റൈറ്റിസ് ബി, ഗൊണോറിയ ഒക്കെ അല്ലേ? ഇതിൽ ഗൊണോറിയ ഒരു ബാക്ടീരിയയാണ്. ട്രൈക്കോമോണിയാസിസ് പാരസൈറ്റ് ആണ്. ഓക്കെ, സോ വാട്ട് എവർ. ട്രൈക്കോമോണിയാസിസ് ആൻഡ് STD, വേറെ അതേഴ്സ് ആർ നോട്ട്. ഒരിക്കലും എല്ലാവരും STD ആണ്. ഗൊണോറിയ ഈസ് വൈറൽ അല്ല. ഗൊണോറിയ ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ്. ഡി നോക്കാം. ഹെപ്പറ്റൈറ്റിസ് ബി ഈസ് റാഡിക്കേറ്റഡ് കംപ്ലീറ്റ്ലി, വേറെ അതേഴ്സ് ആർ നോട്ട്. ഹെപ്പറ്റൈറ്റിസ് ബി ഇപ്പോഴുമുള്ള ആളുകളെ എനിക്ക് പേഴ്സണലി പരിചയമുണ്ട്. ആക്ച്വലി ഹെപ്പറ്റൈറ്റിസ് ബി സ്റ്റിൽ ഇവിടെ മോഡേൺ വേൾഡിലുണ്ട്. ഓക്കെ, HIV ഈസ് എ പാത്തോജൻ, വേറെ അതേഴ്സ് ആർ ഡിസീസസ്. ദാറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്, റൈറ്റ്? HIV ഇതിൽ അസുഖത്തിന്റെ പേര് HIV അല്ല, നമ്മൾ എയ്ഡ്സ് എന്ന് പറയാം. ഹെപ്പറ്റൈറ്റിസ് ബി അസുഖമാണ്, പക്ഷെ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് എന്നും പറയാറുണ്ട് കേട്ടോ. വേറെ കാര്യം. ഗൊണോറിയ അതിൽ നിസേറിയ ഗൊണോറിയെ എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയയാണ്. ട്രൈക്കോമോണാസിസ് ഒരു പാരസൈറ്റ്, നമ്മൾ അതും ഒരു അസുഖമാണ്. ഓക്കെ, സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് എന്നാണ് ചോദിച്ചത്. കോമൺ കോൾഡ് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ശരിയാണ്. ടൈഫോയിഡ് കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ, അതും ശരിയാണല്ലോ. എയ്ഡ്സ് ഷേക്കിംഗ് ഹാൻഡ്സ്, അത് തെറ്റാണല്ലോ, അതിലോട്ട് സ്പ്രെഡ് ചെയ്യില്ല. റിംഗ് വേംസ് യൂസിങ് അതും ശരിയാണല്ലോ. അപ്പൊ നമ്മൾ ഓപ്ഷനിൽ നോക്കണം. ഓപ്ഷൻ അല്ല, 1 2 3 4 ഏതാണ് എന്നാണ് ചോദിച്ചത്. സോ 1 2 3 4 ഏതാന്നുള്ളത് ഇതാണ് ഓപ്ഷൻ. 1 2 4 കണ്ടോ, 1 2 4. സോ ഓപ്ഷൻ ഡി വരും. ക്ലിയർ അല്ലേ? സെക്ഷൽ സൈക്കിൾ ഗാമറ്റോസൈറ്റ്സ് ഓഫ് പ്ലാസ്മോഡിയം ഒക്കേഴ്സ് ഇൻ. നമ്മൾ പറഞ്ഞിരുന്നു ഗാമറ്റോസൈറ്റ് ഉള്ളത്, നമ്മുടെ ഗാമറ്റോസൈറ്റുകൾ ഉള്ളത് എന്നാണ് ചോദിച്ചത്. വളരെ നല്ലൊരു ചോദ്യമാണ് അല്ലേ? സെക്ഷൽ സൈക്കിൾ ഗാമറ്റോസൈറ്റ്സ് ഓഫ് പ്ലാസ്മോഡിയം. ഇത് ഞാനൊന്ന് കൺഫേം ചെയ്ത് പറയാം കേട്ടോ. കാര്യം ഇത് 46 അല്ലേ? 46 കൊടുത്തത്. യെസ്, ആൻസർ നിങ്ങൾ ഇതിന്റെ ആൻസർ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് അഗൈൻ ഒരു തംസ് അപ്പ്. സെക്ഷൽ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഗാമറ്റോസൈറ്റ്സ് എന്നാണ് ചോദിച്ചത്. ഓക്കെ, ഇതിൽ നമുക്ക് സെക്ഷൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് മോസ്കിറ്റോ എന്ന് പറയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. പക്ഷേ ഗാമറ്റോസൈറ്റ് എന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞിരുന്നു ഗാമറ്റോസൈറ്റ് എന്ന് ചോദിച്ചാൽ ആൻസർ നമുക്ക് ഹ്യൂമൻ RBC കുത്തണം, അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിൽ കുത്തണം. ഹ്യൂമൻ RBCയിൽ ഇതാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഹ്യൂമൻ ബീങ്സിലാണ്, മോസ്കിറ്റോയിലല്ല. ഓക്കെ, ആക്ച്വലി സ്പീക്കിംഗ് ലിവറിൽ ആദ്യം ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ഉള്ളൂ, പക്ഷെ പിന്നീട് അങ്ങോട്ട് പെറ്റ് പെരുകുന്നത് നമ്മുടെ RBCയിലാണ്. സോ ആൻസർ ഈസ് ഹ്യൂമൻ RBC ഹിയർ. ഗാമറ്റോസൈറ്റുകൾ ഫോം ചെയ്തത് ഹ്യൂമൻ ബ്ലഡിലും, ഈ ഗാമറ്റോസൈറ്റുകൾ ഫോം ചെയ്ത് ഗാമേറ്റുകൾ ആകുന്നതും മോസ്കിറ്റോയിലും ആണ്. ഓക്കെ, മോസ്കിറ്റോന്റെ ഇൻഡസ്ട്രൈനിലാണ് ഫെർട്ടിലൈസേഷൻ ഒക്കെ നടക്കുന്നത്. സോ അതാണ് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു ട്രാപ്പിംഗ് ടെൻഡൻസി ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ചൂസ് ദ കറക്റ്റ്ലി മാച്ച്ഡ് പെയർ ഫ്രം ദ ഫോളോയിങ്. ഗൊണോറിയ, ഹെപ്പറ്റൈറ്റിസ് ബി സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്, അത് ശരിയാണല്ലോ. സോ ഓപ്ഷൻ എ വരും കേട്ടോ. നോക്കാം. എയ്ഡ്സ് ഗൊണോറിയ വൈറൽ ഇൻഫെക്ഷൻ അല്ല, ഗൊണോറിയ ബാക്ടീരിയലാണ്. എയ്ഡ്സ് ഓക്കെ. ഡിഫ്തീരിയ റിംഗ്വേം ഫംഗൽ അല്ല, ഡിഫ്തീരിയ ബാക്ടീരിയലാണ്, റിംഗ്വേം മാത്രമേ ഫംഗൽ. ഡിഫ്തീരിയ ട്യൂബർകുലോസിസ്, ഇത് രണ്ടും ബാക്ടീരിയൽ ഡിസീസ് ആണ് അല്ലേ? നമ്മൾ പറഞ്ഞതാ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ക്യാൻസറസ്
ക്യാൻസറസിന് അല്ലാത്തത് ഏതാന്നുള്ള. നിയോപ്ലേസിയ നമ്മൾ പറഞ്ഞു, നിയോപ്ലാസ്റ്റിക് ട്രാൻസ്ഫോർമേഷൻ NCERT കൊടുത്തതാണ്. നിയോപ്ലേസിയ എന്ന് പറഞ്ഞാൽ പുതിയ ഗ്രോത്ത്. സോ ബി ക്യാൻസറിനുണ്ട്. സി ഉണ്ട് ഇനബിലിറ്റി ഫോർ ഡിഫറൻസിയേഷൻ, അതും ഉണ്ട്. കോണ്ടാക്ട് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞ സാധനം 48 ഞാനൊന്ന് കറക്റ്റ് ചെയ്യാം. 48A തന്നെയാണ്. കാരണം നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്. കോണ്ടാക്ട് ഇൻഹിബിഷൻ നോർമൽ സെല്ലിലുള്ളതാണ്. ഓക്കെ. Now, which one of the following immune system does not match with its function? ഓരോ നോക്കാം. Interferons secreted by virus infected cells and protect non-infected. അതും ശരിയാണ്. B lymphocytes produces antibodies in response to pathogens into blood. അതും ശരിയാണ്. Macrophages mucus secreting cells ആണോ? ഒരിക്കലല്ല. അത് macrophage goblet cells എന്നൊക്കെ നമ്മൾ പറയില്ലേ, goblet cell. IgA present in colostrum. അതും ശരിയാണ്. Okay. Which of the following pathogen is not transmitted by vector? ഇതിലൊന്നും അറിയില്ലെങ്കിൽ സാൽമോണല്ല ടൈഫോയിഡ് അതിലൊരു വെക്ടർ നമ്മൾ പറഞ്ഞിട്ടില്ല എന്ന് മാത്രം ആലോചിച്ചാൽ മതി. സോ ആൻസർ എ വരും. Now which one is not derived from plants? ഇതാകെ നമ്മൾ അറിയാവുന്ന കാര്യങ്ങൾ മാത്രം ആലോചിക്കുക. ഒപ്പിയോയിഡ്സ്, കൊക്കൈൻ, കനാബിനോയിഡ്സ്, മൂന്ന് നമ്മൾ പ്ലാന്റാ പറഞ്ഞത്. DDT നമ്മൾ ഈ നമ്മുടെ DDT പൗഡർ ഇല്ലേ, ബ്ലീച്ചിങ് പൗഡർ, അത് ഒരു കെമിക്കലാണ്. ഓക്കെ, കെമിക്കൽ ഫോം ആണ്. DDTന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. സോ 51 ആൻസർ വിൽ ബി ബി. Now 52 നോക്കാം. When plants are infected virus infected cells produce ചെയ്യുന്ന സാധനം നമ്മൾ പറയുന്നു interferons. ഓക്കെ, ഇതെന്താ? ഇത് നമ്മുടെ ഫൈലേറിയാസിസ് അല്ലെ, ഫൈലേറിയാസിസ് കോസ് ചെയ്യുന്ന ഏജന്റ് നമ്മൾ പറഞ്ഞിരുന്നു, വുച്ചറേറിയ ബാങ്ക്രോഫ്റ്റി ആയിരുന്നു. ഓക്കെ, ഇത് നമ്മുടെ നോട്ട് റിലേറ്റഡ് ടു കണ്ടീഷൻ ആണ്. ഇത് ഞാൻ പറഞ്ഞിരുന്ന ഓപ്ഷൻ ഞാൻ പ്രെഡിക്റ്റ് ചെയ്തിരുന്നു, മെറ്റ് അല്ലെ, മൈക്രോസ്പോറം, എപ്പിഡെർമോഫൈറ്റിൻ, ട്രൈക്കോഫൈറ്റിൻ. സോ ഓപ്ഷൻ വുച്ചറേറിയ മലയിലെ. ഈ സാധനം എന്താ? ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചാൽ മതി. ഇത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായാൽ മതി. ഇതാരാ? ഇത് കനാബിനോയിഡ്. ഓപ്ഷൻ ആ കനാബിനോയിഡ് എന്ന് കൊടുത്ത് ഹാലൂസിനേഷൻ. ഇനി ഒരു ഡിസീസിനെ സംബന്ധിച്ച് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ഡിസീസ് വിച്ച് അഫക്ട്സ് ദ മ്യൂക്കസ് മെമ്പറൈൻ ഓഫ് യൂറോജനൈറ്റൽ ട്രാക്ട് ഇൻ മെയിൽസ്. Burning on passing urine after a yellowish discharge that is accompanied by fever. So urogenital tract എന്നൊക്കെ പറയുമ്പോൾ അതൊരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആവാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ള ഉറപ്പല്ലേ? ഓക്കെ, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആകാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. ഓക്കെ, സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ ഗൊണോറിയയാണ് ഇതിൽ ആകെയുള്ള സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. സോ അങ്ങനെയെങ്കിലും പഠിച്ചാൽ മതി. ഓക്കെ, ദ ഡ്രഗ്സ് യൂസ്ഡ് ക്വിക്ലി ടു റെഡ്യൂസ് സിംപ്റ്റംസ് ഓഫ് അലർജി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആന്റി ഹിസ്റ്റമിൻസ് ഉണ്ട്, പിന്നെ അഡ്രിനാലിൻ ഉണ്ട് അല്ലെ. ഹിസ്റ്റമിൻസ് എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് എന്ത് കോസ് ചെയ്യുന്ന, നമുക്ക് അലർജി കോസ് ചെയ്യുന്ന ആളുകളാണ്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ എന്താ പറയാ പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻസ്. സോ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നാണ് മനസ്സിലായി. ഈ മെത്തേഡിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, നോ ഇഷ്യൂ. സോ ഇതിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് വിത്തിൻ ഫ്യൂ ഹവേഴ്സ് ആക്ച്വലി. സോ മൈ പോയിന്റ് അഗെയിൻ ഈസ് പ്ലീസ് ഫോക്കസ് ഓൺ യുവർ NCERT അഗെയിൻ. NCERTയിലുള്ള സാധനങ്ങൾ മാക്സിമം കവർ ചെയ്യുക. ആ മാക്സിമം കാര്യങ്ങൾ നമ്മൾ ക്യാപ്സ്യൂൾ പോലെ ഇപ്പോൾ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. So let's meet again in another chapter.